ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ badkhni എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിനകത്ത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. റേഷൻ കടയിലെ അരിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് കൂടി എടുക്കാം. അതേപോലെ തന്നെ ഒരു 15-20 എണ്ണം ചെറിയ ഉള്ളി, കൂടെ 2 സ്പൂൺ ഉലുവ കൂടെ എടുക്കാം. അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതിനകത്തേക്ക് കുക്കർ എടുത്തിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉലുവയും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നടുകിൽ കീറി കൊടുത്തിട്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ നടുകൊന്ന് കീറി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പം 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അതിന് ഇരട്ടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലോട് കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതി. അതോടുകൂടി തന്നെ അത് വെന്ത് കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ബീഫിൻ്റെ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അടിപൊളി ബീഫ് കറിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു വിസിലോട് കൂടിയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ദേ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒത്തിരി സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.